ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. എത്ര നഷ്ടം സഹിച്ചും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവഹിതം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. കർത്താവ് ഓരോ ദിവസവും അങ്ങനെയുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അനുഗ്രഹിച്ച് ഉയർത്തും. അത് ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക്, അനുഗ്രഹങ്ങൾക്ക് അവർ പാത്രരാകും. അതിനാൽ ഇന്നത്തെ ദിവസം നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ ഇഷ്ടം നിറവേറ്റി എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമില്ല. അതിനാൽ എൻ്റെ ഇനിയുള്ള ബാക്കിയുള്ള ജീവിതം ദൈവത്തെ, എന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കും. അത് എത്ര നഷ്ടം സഹിച്ചാലും, എത്ര ബുദ്ധിമുട്ടിയാലും, എല്ലാവരും എന്നെ തിരസ്കരിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവഹിതം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ യാതൊരു ഭയവും ആവശ്യമില്ല. എന്തെന്നാൽ ദൈവഹിതം ചെയ്യുന്നവരുടെ കർത്താവും രക്ഷകനും നാഥനും സഹായകനും എല്ലാം ദൈവം തന്നെയായിരിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 15:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതം കാണാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരവസരം കൂടി നൽകി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭയത്തിൻ്റെ മേഖലകളിലും നീ ഇടപെട്ട് എന്നെ പൂർണ്ണമായും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, അത് പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആരൊക്കെ എന്നെ എതിർത്താലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഒരു നാളും അപമാനിക്കപ്പെടില്ല, ഒരു നാളും ലജ്ജിക്കപ്പെടുകയില്ല. എന്തെന്നാൽ എന്നെ സൃഷ്ടിച്ച, എന്നെ കരുതുന്ന എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. ഇന്ന് എല്ലാ ശത്രുക്കളുടെയും പരദൂഷണത്തിൽ നിന്നും, വ്യാജം പറയുന്നതിൽ നിന്നും, അപമാനിതമായ വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഒറ്റപ്പെടലിനെയും കുറ്റപ്പെടുത്തലിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമായി ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് മാനിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാ മക്കൾക്കും പഠനത്തിൽ കൂടുതൽ ശുഷ്കാന്തി ലഭിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ ജനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പ്രീതിക്ക് ഞങ്ങൾ പാത്രരാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിക്ക് പാത്രരായി ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അലസതയും മടിയും എടുത്തു മാറ്റി അങ്ങ് തന്ന ഓരോ നിമിഷവും ജീവിച്ച് തീർക്കുവാൻ, അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും കുറവുകളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കു വേണ്ടിയും പരിപൂർണ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രിയിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെക്കപ്പ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സർജറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ എത്ര നഷ്ടങ്ങൾ വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുമ്പോൾ ആ നഷ്ടങ്ങളെയെല്ലാം അവിടുന്ന് ലാഭമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തി ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ. യാതൊരു ദുഷ്ടശക്തികളും ഞങ്ങളെ നോക്കുവാൻ പോലും അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവെ, അങ്ങയുടെ നീതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. ദൈവമേ, നീതിമാനായി ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങയുടെ നീതിക്ക് ഞങ്ങൾ പാത്രരാകുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, എല്ലാ അപകടങ്ങളിൽ നിന്നും ഇനി ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ, ഇന്നെല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി സംരക്ഷണം നൽകി അങ്ങയുടെ പ്രത്യേക പരിപാലന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ ഞങ്ങൾ കൃപ കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിനും സകലവിധ ദൈവിക അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇന്ന് യോഗ്യരാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായമയച്ച് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നടത്തിത്തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.